ഇപ്പോൾ ഞാൻ വായിക്കുന്ന ഇമാം ബൈഹഖി തങ്ങളുടെ ദലായിലുൻ നുബുവയിൽ നിന്നാണ്. അലാ ഇബ്നുൽ ഹളറമി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. 3 പേരുടെ മഹത്വം പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ മഹാനാണ് അലാ ഇബ്നുൽ ഹളറമി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞു. ഫലം യൽബസ് ഇല്ലാ യസീറാ, അല്പസമയം കഴിഞ്ഞതേ ഉള്ളൂ. അതാ മഹാനായ അലാ ഇബ്നുൽ ഹളറമി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു. ഫഹഫർനാ ലഹു, ഞങ്ങൾ അദ്ദേഹത്തിന് ഖബറൊരുക്കി. വഗസൽനാഹു, ഞങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിച്ചു. വദഫന്നാ, ഞങ്ങൾ അദ്ദേഹത്തെ മറമാടി. അപ്പോഴാണ് ഒരാൾ വരുന്നു. ഫാതാ റജുലുൻ ബഅദ ഫറാഗിനാ മിൻ ദഫ്നിഹി, അലാ ഇബ്നുൽ ഹളറമി തങ്ങളെ മറമാടി കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മൻ ഹാദാ, ഇവിടെ നിങ്ങൾ മറമാടിയതാരെയാണ്? ഉടനെ ഞങ്ങൾ പറഞ്ഞു, ഖൈറുൽ ബശരി, ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ഉന്നതനായ ഒരു മഹാനെയാണ്. ഹാദാ ഇബ്നുൽ ഹളറമി, ഇത് അലാ ഇബ്നുൽ ഹളറമിയാണ്. ഉടനെ ആ നാട് അറിയുന്ന ആള് വന്നുകൊണ്ട് പറയുകയാണ്, ഇന്ന ഹാദിഹിൽ അർള തൽഫദുൽ മൗതാ, ഇവിടെ മറമാടിയാൽ കുറച്ച് കഴിയുമ്പോൾ വന്യജീവികൾ വന്ന് മാന്തിയിട്ട് ബോഡി പുറത്തേക്ക് വലിച്ചിടും, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ജനാസ തള്ളപ്പെടും. വിവിധ രീതിയിൽ ആകാം. തുടർന്നുള്ള വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, ഇവിടെ നിങ്ങൾ മറമാടിയിട്ടങ്ങ് പോയാൽ ചിലപ്പോൾ വന്യജീവികൾ വന്ന് ഇവിടെ നിന്ന് മാന്തി പുറത്തിട്ടെന്ന് വരാം. ഇത്ര നല്ല ഒരു മനുഷ്യനെ നിങ്ങൾ എന്തിനാണ് വന്യജീവികൾക്ക് നൽകിയിട്ട് പോകുന്നത്? എന്നിട്ട് പറയുകയാണ്, ഫലൗ നഖൽതുമൂഹു ഇലാ മൈലിൻ ഔ മൈലൈൻ ഇലാ അർളിൻ, നിങ്ങൾ ഇവിടുന്ന് 1 മൈലോ 2 മൈലോ അപ്പുറത്തേക്ക് പോയാൽ മറമാടിയാൽ കുഴപ്പമില്ലാത്ത സ്ഥലമുണ്ട്. ഫഖുൽനാ, അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പരസ്പരം ചർച്ച ചെയ്തു, മാ ജസാഉ സാഹിബിനാ അൻ തുഅർരിദഹു ലിസ്സിബായി തഅകുലുഹു, എന്തിനാണ് നമ്മൾ ഇങ്ങനെ വന്യജീവികൾക്ക് ഈ മഹാന്റെ ജനാസ കൊടുത്തിട്ട് പോകുന്നത്? അതുകൊണ്ട് നമുക്ക് ഖബർ തുറന്ന് ആ ജനാസയും എടുക്കാം. ഞങ്ങൾ ഫജ്തമഅനാ അലാ നബ്ശിഹി, ഖബർ തുറന്ന് ജനാസ എടുക്കാൻ ഞങ്ങൾ ഏകോപിച്ചു. ഫലമ്മാ വസൽനാ ഇലൽ ലഹദി, പള്ളക്കുഴിയിലേക്ക്, ഉൾക്കുഴിയിലേക്ക് ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ സാഹിബുനാ ലൈസ ഫീഹി, അലാ ഇബ്നുൽ ഹളറമി തങ്ങളുടെ ശരീരം അവിടെ കാണാനില്ല. വൈദൽ ലഹദു മദ്ദൽ ബസരി, ആ ഖബറതാ കണ്ണെത്താ ദൂരം വിശാലമാണ്. നൂറുൻ യതലഅലഹു, ഖബറിന്റെ ഉള്ളിൽ നിന്ന് വെളിച്ചമിങ്ങനെ ലംഘി വിളങ്ങുകയാണ്, തിങ്ങി വിളങ്ങുകയാണ്. ഞങ്ങൾ അങ്ങനെ നോക്കിയപ്പോൾ അലാ ഇബ്നുൽ ഹളറമി തങ്ങളെ കിടത്തിയ ഖബറിന്റെ ഉള്ളിൽ പ്രകാശം നിറഞ്ഞിരിക്കുകയാണ്. മഹാനവറുകളെ കാണാനില്ല. കാരണം എന്തേ? ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖബർ അത് റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്. വിശ്വാസികളുടെ ഖബറിൽ മദ്ദൽ ബസരി, കണ്ണെത്താ ദൂരം അല്ലാഹു വിശാലമാക്കി കൊടുക്കുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളും നാളെ ഒരു ഖബറിൽ കിടക്കേണ്ടവരാണ്. ഞങ്ങളുടെ ഖബർ നീ വിശാലമാക്കണം അല്ലാഹ്.
അലാ ഇബ്നുൽ ഹളറമി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്ക് നോക്കിയപ്പോൾ നൂറിങ്ങനെ വിളങ്ങുകയാണ്. ഞങ്ങൾ മണ്ണിട്ട് ഖബർ അവിടുന്ന് മൂടി. പിന്നെ ഞങ്ങൾ അവിടുന്ന് യാത്ര തുടരുകയാണ്. ഉടനെ അവര് പറയുകയാണ്, നൂറു ഖബരിക്കയത്തല ഖബറിന്റെ ആ വെളിച്ചം ഇങ്ങനെ വിളങ്ങുകയാണ്. മഹാൻ അവറുകൾക്കൊരാഗ്രഹമുണ്ടായിരുന്നു, എന്റെ ജനാസ ആത്മീയ ലോകത്തേക്ക് ചേരണം, അതറിയപ്പെടാൻ പാടില്ലെന്ന വലിയ ഒരു ആഗ്രഹമുള്ള മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അലാ ഇബ്നുൽ ഹളറമി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഔറത്ത് ഒരാളും കാണരുതെന്ന് മോഹിച്ചിരുന്ന ആളാണ്. ചില മഹാന്മാരെങ്ങനെയാണ്, അവര് ലോകത്ത് ജീവിക്കുമ്പോഴും ഗോപ്യമായി ജീവിക്കാൻ കൊതിക്കുന്നവരാണ്. മരണപ്പെട്ടാലും ഞങ്ങളെ ആരും അറിയരുതെന്ന് കൊതിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരുപാട് മഹാന്മാരുണ്ട്. അതിൽ ലോകമറിയപ്പെട്ട മഹാനാണ് ഉവൈസ് ബിൻ ആമിർ അൽ-ഖർനി റളിയല്ലാഹു അൻഹു. മഹാൻ അവர்கள் ജീവിതകാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ നാട്ടിൽ നിന്ന് നാടുവിടലാണ്. എന്നെ ആരും അറിയേണ്ടതില്ല. മഹാൻ അവர்கள் ഒരു യാത്രക്കിടയിലാണ് മരണപ്പെട്ടത്. മാർഗമധ്യേയാണ് ഖബറടക്കിയത്. ഖബറടക്കിയ കൂട്ടുകാർ ആലോചിച്ചു, അല്ല, ഒന്ന് പോയിട്ട് ആ ഖബറിന്റെ അടുക്കൊരു നല്ല അടയാളം വെച്ചു വരാം. തിരിച്ചു വരുമ്പോഴോ പിന്നെ വരുമ്പോഴോ ഇത് ഉവൈസ് തങ്ങളുടെ ഖബറാണെന്ന് അറിയാനാണ് എന്ന് വിചാരിച്ച് തിരിച്ചു ചെന്നപ്പോൾ ഒരടയാളവും കാണാനില്ല. അവര് ജീവിച്ച പോലെ തന്നെ മരണാനന്തരവും അവർക്ക് റബ്ബിന്റെ അടുത്ത മാത്രം വിലാസം മതിയെന്ന് ചിന്തിച്ചവരാണ്. മിടുത്തെ മിടുത്തെ നാം ഹോഹി ജായക. അവര് വേണ്ട വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവര് വിലാസമുയർന്ന മഹാന്മാരാണ്. ഇന്ന് കുറെ മനുഷ്യന്മാരുണ്ട്, സ്വന്തം പ്രതിമയുണ്ടാക്കി സ്വന്തം ഫോട്ടോ വെച്ച് ദുനിയാവിൽ മുഴുവനും പ്രചരണം നടത്തും. മരിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ മനുഷ്യനും അവരെ വേണ്ട. ജീവിതകാലത്ത് തന്നെ സ്വന്തം ഫോട്ടോ വെച്ച് ലോകം മുഴുവനും പ്രചരണം. ഒരുപക്ഷേ കറൻസിയിൽ ഉണ്ടാകാം, ഒരുപക്ഷേ പ്രതിമകൾ തെരുവുകളിൽ ഉണ്ടാവാം, ഒരുപക്ഷേ തെരുവോരങ്ങളിൽ അവരുടെ പോർട്രേറ്റ് ഉണ്ടാവാം. എന്നാൽ അവരെ ലോകത്തിന് അവിടെ ആവശ്യമില്ല. മഹാന്മാരാഗ്രഹിച്ചു, ഞങ്ങളെ ആരും അറിയണ്ട, അവരെ ലോകത്തിന് മറക്കാൻ പറ്റില്ല. ഉവൈസ് ബിൻ ആമിർ തങ്ങളെ ലോകം മറന്നിട്ടില്ല. അലാ ഇബ്നുൽ ഹളറമി തങ്ങളെ ലോകം മറന്നിട്ടില്ല. ബഹുമാനപ്പെട്ട മദ്ഹബിന്റെ ഇമാമായ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി അബൂ അബ്ദുല്ലാഹ് റഹിമഹുല്ലാഹ് മഹാനവറുകൾ അങ്ങനെ ഗോപ്യമാകാൻ ആഗ്രഹിച്ച ആളാണ്. അതുകൊണ്ട് ഖബർ യൂഫ്രട്ടീസ് നദിയിലേക്ക് ചേർന്നുപോയി എന്നാണ് ചരിത്രം. ഇന്ന് നമ്മൾ ഇറാഖിൽ ചെന്നാൽ യൂഫ്രട്ടീസ് നദിയുടെ ചാര ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നത്. അവിടെ നിന്ന് നടക്കുന്ന ദൂരത്തിലാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ അൻ-നുഅ്മാൻ റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നത്. അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങളുടെ ഖബർ കാണാനില്ല. കാരണം അവരങ്ങനെ ഗോപ്യമായി റബ്ബിന് വേണ്ടി കഴിഞ്ഞുകൂടിയ മഹാന്മാരാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ അറിയുന്ന ആളുകൾ അവരെ തിരിച്ചറിയുന്നത് അപ്പോഴാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇത് പറയുമ്പോ ഒരു കാര്യം പറയാതെ പോകാൻ വയ്യ. ബിദ്അത്തുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. സുന്നത്തു ജമാഅത്തിന്റെ വിരോധികളിൽ നിന്ന് വലിയ പീഡനം ഏറ്റുവാങ്ങിയ മഹാനാണ്. ഉടനെ മഹാനവറുകളെ പറയുമായിരുന്നു, ഖൂലൂ ലി അഹ്ലിൽ ബിദ്അഇ, ബിദ്അത്തുകാരോട് പറയണേ, ബൈനനാ വ ബൈനകും യൗമുൽ ജനായിസ്, മരിക്കുന്നെന്ന് ഞങ്ങളെ തിരിച്ചറിയും. മരിക്കുന്നെന്ന് ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയും. ഇന്ന് നിങ്ങൾ അധികാരത്തിന്റെ ദണ്ഡുകൊണ്ട് അമർത്തി ഒതുക്കാൻ ശ്രമിക്കുന്നവരെ, അല്ലാഹുവിനെ ഭയക്കുന്നവരെ നാളെ ലോകം അറിയും. അതാണ് പറഞ്ഞതിന്റെ സാരം. അഹ്ലുസ് സുന്നത്തി തുഅറഫു ബിജനായിദിഹിം. ഇന്ന് ഈ വചനത്തെ മറ്റു പല സ്ഥലങ്ങളിലും എടുത്തു ധരിച്ചത് കാണാം.
അഹ്ലുസുന്നയെ അറിയപ്പെടുന്നത് അവരുടെ ജനാസ കൊണ്ടാണ് അറിയപ്പെടുക. അതേ സമയത്ത് ഇന്ന് മരണവീടുകളിൽ മയ്യത്തിന്റെ കൂടെ ഇരിക്കാൻ ആരുമില്ല. രാത്രി എങ്ങാനുമാണ് ജനാസ രാവിലെയാണ് അടക്കേണ്ടതെങ്കിൽ രാത്രി ഒരു 1 മണി 2 മണിയായി ചെന്നാൽ മയ്യത്തിന്റെ അടുക്കൽ ആരുമില്ല. പള്ളിക്കെന്ന് വിളിച്ച 4 മുത്തഅല്ലിമീങ്ങളല്ലാതെ വേറെ ആരും ഇല്ല. എത്രയെത്ര ജനാസകളാണ് അങ്ങനെ അസമയത്ത് നമ്മൾ രാത്രിയൊക്കെ ചെന്ന് കയറുമ്പോ ഇന്നാലില്ല. മരണപ്പെട്ടയാളുടെ ആരെയും അടുത്തു കാണാനില്ല. ഒരു ദിവസമെങ്കിലും അയാൾക്ക് വേണ്ടി ഉറക്കൊഴിയാൻ കുടുംബങ്ങളില്ല. അതേ സമയത്തെ ആലിമീങ്ങളാണോ സ്വാലിഹീങ്ങളാണോ അവിടെ വിട്ടുമാറാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാതീദ് ഒക്കെ ഉസ്താദ് അവറുകൾ അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. വളരെ ഒതുങ്ങി ജീവിച്ച വലിയൊരു മഹാനല്ലേ. ഞാൻ ഒക്കെ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ അതാ ഒതുക്കങ്ങൾ ബസ്സിറങ്ങിയിട്ട് അവിടുത്തെ വീട്ടിലേക്ക് കയറുന്ന അല്പം കയറ്റം കയറുന്ന പാതയിൽ വരുമ്പോൾ തന്നെ പ്രൗഢിയോടെയുള്ള വെള്ളിത്താടി നമ്മുടെ കണ്ണിൽ തെളിയുകയാണ്, കൽബിൽ തെളിയുകയാണ്. വലിയ ഹൈബത്തും വഖാറുമുള്ള വലിയ മഹാനാണ്. അവിടുന്ന് ആ വീടിന്റെ കോലായിൽ ഇരിക്കുമ്പോ ഒതുക്കങ്ങള് ബസ്സിറങ്ങിയിട്ട് വീടിന്റെ വഴിയിലേക്ക് നടക്കാൻ കാല് വിറയ്ക്കുകയാണ്. അടുത്തു ചെന്നാൽ ഇത്രയേറെ സിമ്പിളായ ഒരാളെ കാണാനില്ല. ഞങ്ങൾക്ക് അവിടുന്ന് പഠിക്കാൻ ഭാഗ്യം കിട്ടിയവരല്ല. ഞങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ അതിന്റെ ശിഷ്യന്മാരോ ആണ്. പക്ഷേ അവിടുന്ന് വഫാത്തായ ആ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ സന്ദർഭവശാൽ 2ഓ 3ഓ പ്രാവശ്യം ഉസ്താദിനെ കാണാൻ അവസരം കിട്ടി. അവിടെ ചെല്ലുമ്പോൾ എന്തൊരു വലിയ ഹൈബത്താണ്, വലിയ വഖാറാണ്. അടുത്തു ചെന്നിരിക്കുമ്പോൾ ഏതൊരു ചെറിയ മുത്തഅല്ലിമിനോടും വാത്സല്യമാണ്. അവിടുന്ന് വഫാത്തായി കിടക്കുമ്പോൾ ആയിരുന്ന മഹാൻ അവിടുത്തെ മുഖത്ത് പ്രഭാവമേറ്റിക്കൊണ്ട് കിടക്കുന്നു എന്നല്ലാതെ അവര് വിട പറഞ്ഞു എന്ന് പറയാൻ തോന്നുന്നില്ല. അടുത്തു നിന്ന് സേവനം ചെയ്യുന്നതാരാണ്? ഖമറുൽ ഉലമാ ഉസ്താദ് അവറുകളാണ്. അവിടുത്തെ ഗുരുവര്യരാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന മുഴുവൻ വലിയ നേതാക്കൾ അലിമീങ്ങളുടെയും ഉസ്താദായിരുന്നല്ലോ ഉസ്താദുൽ അസാതീദ്. ഗുരുവര്യരുടെ മുഴുവനും ഗുരുവര്യരായ അബൂ ഇസ്ഹാഖ് ശിറാസി തങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു നാട്ടിലേക്ക് ചെന്നാൽ അവിടുത്തെ ഖാദിയോ അവിടുത്തെ ഖതീബോ അവിടുത്തെ ഇമാമോ അവിടുത്തെ മുഅല്ലിമോ എല്ലാവരോടും ചോദിച്ചാൽ അബൂ ഇസ്ഹാഖ് തങ്ങളുടെ ശിഷ്യനോ ശിഷ്യന്റെ ശിഷ്യനോ അവിടുത്തെ ശിഷ്യനോ ആയിരിക്കും. അത്രയും വലിയ നേതാവായിരുന്നു എന്ന് അബൂ ഇസ്ഹാഖ് ശിറാസി തങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ സമീപകാലത്ത് കേരളത്തിൽ കഴിഞ്ഞുപോയ മഹാനാണ് ഉസ്താദുൽ അസാതീദ് അശ്ശൈഖ് സൈനുദ്ദീൻ റഹിമഹുല്ലാഹ്. പ്രിയമുള്ളവരെ, അവർക്കാരും അറിയണമെന്ന മോഹമില്ല. പക്ഷേ ലോകത്തിന് അവിടുത്തെ മറക്കാൻ കഴിയുന്നില്ല. ആയിരക്കണക്കിന് ആലിമീങ്ങളുടെ ഇൽമിന്റെയും ദർസിന്റെയും പ്രതിഫലം ഇപ്പോഴും അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നാഫിയായ ഇൽമ തരട്ടെ. പറഞ്ഞത് അവര് വഫാത്തായപ്പോൾ എന്റെ ഓർമ്മയിൽ 30-ലേറെ പ്രാവശ്യം ജനാസ നിസ്കരിച്ചിട്ടുണ്ട്. എന്ത് രാജകീയമായ യാത്രയാണ്, എന്ത് രാജകീയമായ യാത്രയാണ്. പിന്നെ അതുപോലെ വലിയ ജനാവലി കണ്ടത് കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോഴാണ്.
അവേലത്ത് തങ്ങൾ വഫാത്തായപ്പോഴാണ്. സി അബ്ദുറഹ്മാൻ മുസ്ലിയാർ വഫാത്തായപ്പോഴാണ് റഹിമഹുമുല്ലാഹ്. പിന്നെ സമീപകാലത്ത് നമ്മൾ കണ്ടത് താജുൽ ഉലമ തങ്ങളുടേതാണ്, നൂറുൽ ഉലമ എം.എ. ഉസ്താദിന്റേതാണ്. അവരൊക്കെ ഈ ലോകത്ത് ചെറിയ വിനീതമായി ജീവിച്ചു. മരണപ്പെടുമ്പോഴേക്ക് ലോകം മരിച്ചതുപോലെ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് വഫാത്താകുന്നതിന് കുറച്ച് നാൾ മുമ്പ് ചെല്ലുമ്പോൾ അവിടുന്ന് പറയാനുള്ളത് സ്വലാത്താണ്. വഫാത്തായി ജനാസ കാണാൻ ചെല്ലുമ്പോൾ പരിസര നാടുകൾ മുഴുവനും ജനങ്ങൾ കൊണ്ട് നിബിഡമാണ്. അതാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖൂലൂ ലി അഹ്ലിൽ ബിദഇ, ബിദ്അത്തുകാരോട് പറയണേ, ബൈനനാ വ ബൈനകും യൗമൽ ജനായിസി, ഞങ്ങൾ മരിക്കുന്നെന്ന് കണ്ടുകൊള്ളണം, നിങ്ങൾ മരിക്കുന്നെന്ന് കാണാം. ഞങ്ങൾ മരിക്കുമ്പോൾ അതാ മുത്തഖീങ്ങൾ ഞങ്ങൾക്ക് നിസ്കരിക്കാനുണ്ടാകുമേ. ബഹുമാനപ്പെട്ട എത്രയെത്ര മഹാന്മാരാണ്. സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു ചരിത്രത്തിലേക്ക് ഇപ്പോൾ ഞാൻ പോണില്ല. മഹാനവറുകൾ മറമാടിയ ശേഷം ഉടനെ ഖബർ തുറന്നപ്പോഴേക്ക് യഖൂമു യുസല്ലി ഖായിമു യുസല്ലി, നിന്ന് നിസ്കരിക്കുന്നു ഖബറിൽ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സംഭവം വായിച്ചാൽ ബസറയുടെ താരീഖ് എഴുതുമ്പോൾ അതുപോലെ മഹാന്മാരായ ആളുകൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ വായിച്ചാൽ എത്രയോ മഹാന്മാരെ എണ്ണി പറഞ്ഞാൽ അബൂ അബ്ദുല്ലാഹ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ മുഴുവനും വായിച്ചു പറയുന്നില്ല. ബിദ്അത്തുകാർ ജീവിതകാലത്ത് മുഴുവൻ ആക്ഷേപങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ ആക്ഷേപങ്ങളെല്ലാം മറികടന്ന് ബഹുമാനപ്പെട്ടവരങ്ങ് വഫാത്തായപ്പോൾ ചരിത്രകാരന്മാർ എഴുതുകയാണ്, ഒരിക്കലും ചരിത്രകാരന്മാർ എഴുതുകയാണ്, ഇത്രയും ജനനിബിഡമായ ഒരു ജനാസ ചരിത്രത്തിന് പരിചയമില്ല. താരീഖിന്റെ പണ്ഡിതന്മാർ എഴുതാണ്, ബഹുമാനപ്പെട്ട ഇമാമുസ്സുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ജനാസ നിസ്കരിക്കാൻ ഒരുമിച്ച് കൂടിയതുപോലെ അത്രയും വലിയ ഒരു ജനാവലി ചരിത്രത്തിന് പറയാനില്ല. താരീഖ് ബഗ്ദാദിൽ പറയുന്നത് എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് രാവിലെ ജനാസ എടുത്തു, അടുത്തു തന്നെയാണ് ഖബർസ്ഥാൻ. പക്ഷേ ഇശാ ആയപ്പോഴാണ് അവിടുത്തെ ജനാസ ഖബറിലിറക്കാൻ പറ്റുന്നത്. അതുവരെ ജനങ്ങളുടെ തിരക്കാണ്, സഹിക്കാൻ പറ്റാത്ത തിരക്കാണ്. ആ പരിസര നാടുകളിലൊന്നും അസ്ർ നിസ്കരിക്കാൻ ഒരൊറ്റ പള്ളിയിലും ഒരൊറ്റ കുട്ടിയും ഇല്ല. എല്ലാവരും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ അടുക്കലാണ്. 3 മഹാന്മാരുടെ ചരിത്രത്തിൽ എങ്ങനെ കാണാം? അതിൽ ഒന്ന് ബഹുമാനപ്പെട്ട സ്വപ്ന വ്യാഖ്യാനത്തിന്റെ നേതാവായ ഇബ്നു സീരീൻ തങ്ങളാണ്. മഹാനവറുകൾ അനസ് ബിൻ മാലിക് തങ്ങളുടെ ശിഷ്യങ്ങളുടെ നടുവിൽ കഴിഞ്ഞ ആളാണ്. പക്ഷേ മഹാനവറുകളുടെ ജനാസ മക്കത്തെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിസ്കരിച്ചു കഴിയുമ്പോഴേക്ക് ഹറമ മുഴുവനും തഹ്ലീൽ മുഴങ്ങിപ്പോയി. അലവി ഇബ്നു അബ്ബാസ് അൽ മാലിക്കിയെ കുറിച്ച് സമീപകാലത്ത് മരണപ്പെട്ടു പോയ അബ്ബാസ് മാലിക്കി തങ്ങൾ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ കാണാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഈ വചനം ഉദ്ധരിച്ചിട്ട് മക്ക കണ്ട ഏറ്റവും വലിയ ജനാവലി ബഹുമാനപ്പെട്ട അലവി ഇബ്നു അബ്ബാസ് മാലിക്കി തങ്ങളുടേതായിരുന്നു എന്ന് അക്കാലഘട്ടത്തിലെ ചരിത്രം പറയുന്നു. അതുപോലെ തന്നെ ജനങ്ങൾ ഒരുമിച്ച് കൂടിയതാണ് മുഹമ്മദ് മാലിക്കി തങ്ങളുടെ മരണത്തിന്റെ സമയത്ത്. അതുപോലെ തന്നെ ഇപ്പോൾ അബ്ബാസ് ബിൻ അലവി മാലിക്കി തങ്ങൾ വഫാത്തായപ്പോഴും അവിടുത്തെ ജനാവലിയെ കുറിച്ച് അറബ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവരുടെ അവസാനത്തിന് കിട്ടുന്ന നന്മയാണ്. അല്ലാഹു ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെ പറഞ്ഞു വന്നത്, നിങ്ങൾ നിങ്ങളുടെ ദേഹത്തിന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാൽ ആ ഇച്ഛ നിങ്ങളെ മാനം കെടുത്തുകയോ അല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയുകയോ ചെയ്യും.
فاحذر أن توليه إن الهوى ما تولى لا يصنع يصني. നിങ്ങൾ ദേഹത്തിന്റെ വികാരങ്ങൾക്കനുസരിച്ച് കൊടുക്കരുത്. കാരണം എന്താണ്? അത് നിങ്ങളെ ചിലപ്പോൾ ഇല്ലായ്മ ചെയ്തു കളയും, അത് ചിലപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയും, മാനം കെടുത്തി കളയും. നീ നിന്റെ നഫ്സിനെ എപ്പോഴും പരിഗണിച്ചു കൊള്ളണം. അത് സൽക്കർമ്മങ്ങളിൽ വ്യാപൃതമായിരിക്കുമ്പോഴും നീ നിന്റെ നഫ്സിനെ വിട്ടുകളയാൻ പാടില്ല. കാരണം എന്ത്? അതിന്റെ മേച്ചിൽ പുറം അതിനിഷ്ടപ്പെട്ടാലും നീ അതിനെ വിട്ടുകളയാൻ പാടില്ല. സൽക്കർമ്മങ്ങളിലാകുമ്പോഴും ചിലപ്പോൾ നിന്റെ നഫ്സിന്റെ ചില രോഗങ്ങൾ വരാം. നോക്കൂ, സ്വർഗത്തിലേക്കുള്ള കവാടമാണല്ലോ നിസ്കാരം. ആ നിസ്കാരത്തിൽ ഒരാൾക്ക് മോശമായ ചിന്തയോ തെറ്റായ വിചാരമോ വന്നു പോയാൽ വൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കാരം നിർബന്ധമായ കർമ്മമാണ്, പക്ഷേ അത് വേണ്ട പോലെ അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള കാരണമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകമാന്യതയ്ക്ക് വേണ്ടിയാണെങ്കിൽ, വേണ്ട രീതിയിലോ ചിട്ടയിലോ അല്ലെങ്കിൽ വിവിധങ്ങളായ കാരണങ്ങൾ അതിനുണ്ട്. അപ്പോൾ നിസ്കാരം ഉന്നതമായ കർമ്മമാണ്. ആ കർമ്മത്തിന്റെ ഉള്ളിൽ പൊള്ളുകയറിയാൽ അത് നാശത്തിന് കാരണമാണ്. അതുപോലെ നോമ്പെടുക്കൽ പുണ്യകരമായ കാര്യമാണ്. റബ്ബ സ്വാഹിമിൻ, എത്രയെത്ര നോമ്പുകാരാണ് പട്ടിണി കിടക്കുക എന്നല്ലാതെ ഒരു ഗുണവുമില്ല. നോമ്പ് പിടിച്ചിട്ട് അനാവശ്യം പറയുന്നവരാണ്, നോമ്പ് പിടിച്ചിട്ട് അനാവശ്യങ്ങൾ ചെയ്യുന്നവരാണ്. അവരുടെ പട്ടിണിക്ക് മൂല്യമില്ല. അപ്പൊ നീ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നിന്റെ നഫ്സിനെ നീ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം, നിന്റെ നഫ്സിനെ നീ പരിശോധിച്ചുകൊണ്ടിരിക്കണം. ചിലപ്പോൾ റിയാഹ് കൊണ്ട് നിന്റെ അമലുകൾ നഷ്ടപ്പെട്ടു പോയേക്കാം. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ ഒരു ശിർക്ക് വരാനുണ്ട്. ആ ശിർക്ക് ഏതാണ്? ലോകമാന്യതയാണ്. ലോകമാന്യത വന്നുപോയാൽ അത് ഇൽമ പഠിക്കുന്നതിലാണെങ്കിലും പഠിപ്പിക്കുന്നതിലാണെങ്കിലും വഅദ് പറയുന്നതിനാണെങ്കിലും കേൾക്കുന്നതിനാണെങ്കിലും അല്ലാഹു തആല അവന്റെ മഹമായ ഫള് കൊണ്ട് നമ്മുടെ ഖൽബുകൾ നന്നാക്കി തരട്ടെ. അതിലെന്തെങ്കിലും ഒരു ദേഹേച്ഛയോ ലോകമാന്യതയോ വന്നാൽ അതിന് മൂല്യമില്ല. ഇഖ്ലാസോടുകൂടിയുള്ള അമലുകൾ മാത്രമേ അല്ലാഹുവിങ്കിൽ സ്വീകാര്യതയുള്ളൂ. അതുകൊണ്ട് ദേഹത്തെ നീ വിട്ടുകളയാൻ പാടില്ല. എപ്പോഴും നിന്റെ ശക്തമായ നിരീക്ഷണം നിന്റെ ശരീരത്തെ, നിന്റെ ഇച്ഛകളെ, നിന്റെ നഫ്സിനെ നീ പരിശോധിച്ചുകൊണ്ടിരിക്കണം. അതിനെ കയറൂരി വിടാൻ പാടില്ല. നന്മകൾ ചെയ്യുന്ന മേച്ചിൽപ്പുറങ്ങളിലാണെങ്കിലും ശരി, അതിനെവിടെയെങ്കിലും വല്ല പൊള്ളും പൊട്ടും വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഓരോന്നിനും വിശദീകരിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ തന്നെ പരിശോധിച്ചാൽ അവിടുന്ന് പറയുന്നുണ്ട്, ഓരോ അമലുകളും എത്രയെത്ര ആളുകൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ സൽക്കർമ്മങ്ങൾക്ക് മൂല്യമില്ലാതെ പോവുകയാണ്. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, സദഖ കൊടുക്കുന്ന ആളുകളുണ്ട്, പക്ഷേ ആ സദഖയ്ക്ക് മൂല്യമില്ലാതെ കളയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിആഅ അന്നാസ്. സംഭാവന കൊടുത്തിട്ട് എല്ലാരും ഒന്ന് അറിയട്ടെ, ഞാൻ വലിയ ദാനശീലനാണ്, ഞാൻ വലിയ ഔദാര്യവാനാണ് എന്ന് നാലാൾ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് സംഭാവന കൊടുത്താൽ ആളറിയലുണ്ടാകും, പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ അതിന് മൂല്യം കിട്ടൂല. ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അമലുകൾ കൊണ്ട് കാര്യമില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുകയാണ്,
كم حسنت لذة للمرء قاتلة من حيث لم يدر أن السم في الدسم. ദേഹം നിന്നോട് പറയും അത് നല്ലതാണെന്ന്, യഥാർത്ഥത്തിൽ അത് നിന്നെ കൊന്നുകളയാനുള്ളതാണ്. കൊഴുപ്പിന്റെ ഉള്ളിൽ വിഷം കലർത്തിയതുപോലെ നിന്നോട് ദേഹം പറയും അത് നല്ല കാര്യമാണ്. മനുഷ്യനോട് ഇല്ലായ്മ ചെയ്തു കളയുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ലതാണെന്നത് പറയും. കൊഴുപ്പിന്റെ ഉള്ളിൽ നഞ്ഞുവെച്ചതുപോലെ, പഞ്ചസാരയിൽ പാഷാണം പൊതിഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ നഫ്സ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും അത് നല്ലതാണ്, നിങ്ങൾ കഴിച്ചുകൊള്ളൂ എന്ന് പറയും. അത് നല്ലതാണ്, നിങ്ങൾ എടുത്തുകൊള്ളൂ എന്ന് പറയും. യഥാർത്ഥത്തിൽ അത് നിങ്ങളെ കൊന്നുകളയാനുള്ള നഞ്ചായിരിക്കും. ഇത് നീ സൂക്ഷിക്കണം. ഇതെല്ലാ മേഖലയിലുണ്ട്. വിദഗ്ധക്കാര് ചിലർ വരുമ്പോൾ വിചാരിക്കുമോ നല്ല വേഷം, നല്ല ഭാഷ, നല്ല മധുരമയമായ വർത്തമാനം, വിളിക്കുന്നത് നിസ്കാരത്തിലേക്ക് റെഡി റെഡി എന്ന് വിചാരിക്കും. എന്നാൽ അവരുടെ ഉള്ളിലുള്ള അഖീദ വളരെ മോശമായിരിക്കും. അതിൽ വീണുപോകാൻ പാടില്ല. കാണാൻ നല്ല രസമുണ്ടാവും, അതുപോലെ തന്നെ അവർക്ക് മോഹനമായ പല ജാടകൾ ഉണ്ടാവും. എന്നാൽ അതിൽ വീണുപോകാൻ പാടില്ല. ചിലർ വന്ന് പറയും നിങ്ങൾ എന്തിന് മറ്റുള്ള പുസ്തകങ്ങളിലേക്ക് പോകണം, ഞങ്ങൾ ഖുർആനാണ് നോക്കുന്നത്, ഞങ്ങൾ ഹദീസാണ് നോക്കുന്നത്, ഞങ്ങൾ ഖുർആൻ പഠിച്ചവരാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വരും. കേൾക്കുമ്പോൾ നല്ല വർത്തമാനം, ശരിയാണല്ലോ, അവർ ഖുർആൻ സുന്നത്തുമാണല്ലോ പറയുന്നത്. എന്നാൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പേരിന്റെ മറവിൽ അവർ അവരുടെ തെറ്റായ അഖീദകൾ പ്രചരിപ്പിക്കുകയാണ്. ഇന്നാലില്ലാഹ്. നിങ്ങളതുകൊണ്ട് വീണു പോകാൻ പാടില്ല. നമ്മളെ കുട്ടികളൊക്കെ പറയും ഞാനൊന്ന് പോയി നോക്കട്ടെ, അവിടെ നല്ല മധുരതരമായ ഖിറാഅത്ത്, അതിന്റെ ആശയം അതേ പറയുന്നുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ അതിന്റെ ഉള്ളിൽ അവർ വലിയ തെറ്റായ ആശയങ്ങൾ, മുൻഗാമികൾ മുഴുവനും മുശ്രിക്കാണെന്ന ആശയം, ഇവിടെയുള്ള മുഅ്മിനീങ്ങൾ ശരിയല്ലെന്ന ആശയം, എന്തെല്ലാമാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, കേരളം കണ്ട വലിയൊരു അത്ഭുതമാണ്. ഇന്നലെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇത് മുശ്രിക്കാണ്, നരകത്തിൽ പോകേണ്ടതാണ്, ഞങ്ങൾ മുവഹീദാണ്. അവര് പറഞ്ഞു ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്, ഞങ്ങളുടെ എതിർകക്ഷിയിലുള്ളവർ മുശ്രിക്കുകളാണ്, ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവര് എവിടുന്നോ ഒരു കനകമലെ നാളെ കാണാതായപ്പോഴേക്ക് രണ്ടുപേരും ദോസ്തിയായി മാറി, എല്ലാം ഒന്നായി മാറി. ശിർക്കും തൗഹീദും എല്ലാം ഒന്നായി, രാവും പകലും ഒന്നായി. നിങ്ങൾ നോക്കൂ, അതുതന്നെ മതിയല്ലോ അവരുടെ അഖീദയിൽ എന്താണ് സ്ഥിരതയുള്ളതെന്നറിയാൻ. വിവേകമുള്ളവർക്ക് ആ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ കഴിയില്ല, കാര്യബോധമുള്ളവർക്ക് അതിൽ നിൽക്കാനാവില്ല. കാരണം ഇന്നലെ വരെ പറഞ്ഞത് ചെറിയ കാര്യമില്ല, ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപം. ആ പാപമാണ് പരസ്പരം ആരോപിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ മറ്റേതോ ഭൗതികമായ രക്ഷകൾക്ക് വേണ്ടിയോ ഒരു സുപ്രഭാതമെന്ന് പറഞ്ഞുകൂടെ ഒരു പ്രഭാതത്തിൽ അവർ അതാ മാറുന്നു. അവരുടെ തൗഹീദ് ശിർക്കും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ചില ധാരണകൾക്ക് തയ്യാറാവും. തൗഹീദ് തന്നെയാണ്, അത് ശിർക്കിനോട് യോജിച്ചു പോകുന്നതല്ല. പക്ഷെ ഇത്രയൊക്കെ ആയാലും ചില ആളുകൾക്ക് കാര്യം മനസ്സിലാവില്ല. അൽഹംദുലില്ലാ, മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ ദീർഘദൃഷ്ടി ആളുകൾ മനസ്സിലാക്കിയ ഒരു കാലമാണിത്. ഇത്തരം പ്രസ്ഥാനങ്ങളെ എന്തുകൊണ്ടാണ് ഇന്നലകളിൽ മഹാന്മാർ തടഞ്ഞത്? അവരുടെ ഉള്ളിലുള്ള പിഴച്ച ആശയങ്ങൾ, അപകടകരമായ വിശ്വാസ സമീപനങ്ങൾ ഇതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള നല്ല ഒരു അവസരമായിരുന്നു ഇത്. അത് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്ത ആളുകളുണ്ട്. നമ്മളുടെ കയ്യിലുള്ള എല്ലാ വിഷയങ്ങളുടെയും അടിസ്ഥാനം ഏതാണ്? സയ്യിദുൽ വസീല മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമാണ്. നമ്മളെ മുശ്രിക്കീങ്ങളാക്കിയത് നബി തങ്ങളെ സ്നേഹിച്ചു എന്നതാണ്. എന്നാൽ എന്നും എന്നും നമ്മുടെ വഴി ഏതാണ്? മേരി ജിന്ദഗി സിർഫ് ഇശ്ഖേ നബിയേ മിലായി സമ്മേ ജോ ഗമോ മേരി ഖുശി ഹേ. मेरी जिंदगी सिर्फ इश्क़े नबी है, मिला
इसमें जो गम हो मेरे खुशी है. എന്റെ ജീവിതത്തിന്റെ നാനാർത്ഥങ്ങൾ മുഴുവനും നബി സ്നേഹമാണ്. എന്റെ പ്രാണൻ പ്രണയിച്ചുകൊണ്ട് പ്രാപിക്കാൻ കൊതിക്കുന്നത് മുഴുവനും മദീനയുടെ രാജാവിനെയാണ്. കാരണം എന്റെ പ്രാണനെ പ്രണയം പഠിപ്പിച്ചു കൊടുത്തത് അത് ലോകഗുരുവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. इस गम की राहों में आंखें बिछाकर मैं पाकों से आके हरम चूम लूंगा. अगर दिल को है कुछ नबी से अकीदत किसी दिन तो जागेगी मेरी भी किस्मत. जो आएंगे करके तो आए मदीना मैं खुश होकर उनके कदम चूम लूंगा. എന്റെ അകത്തളത്തിൽ നിന്ന് നുര പൊന്തുന്ന അനുരാഗത്തിന്റെ തീരമണയുന്നത് മദീനയെ പ്രണയിച്ച് അവിടെ എത്തുമ്പോഴാണ്. അവിടെ ചെല്ലുമ്പോൾ എനിക്കുള്ള എന്റെ മുദ്രാവാക്യം എന്താണ്? ഹുസ്റവി അച്ചീ ലഗീന പൈറവി അച്ചീ ലഗീ ഹം ഫഖീറോൻ കോ മദീനെ കി ഗലി അച്ചീ ലഗീ. ലോകത്തുള്ള ആഡംബരങ്ങളുടെ ആഢ്യങ്ങളുടെ തലസ്ഥാനങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല. ജാടകളുടെ വേഷഭൂഷാദികൾ വേണ്ട. മദീനയുടെ ഗ്രാമീണതയിലെ ഒരു ഇടവഴിയാണ് എനിക്ക് ഏറ്റവും വലുത്. കാരണം നഖ്ശേ പായേ മുസ്തഫ കി ഹുസ്റവി അച്ചീ ലഗി ഓ പൈറവി അച്ചീ ലഗി. ഈ വരികൾ വരുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയത്തിന്റെ പ്രതിസ്ഫുരണമായിട്ടാണ്. അകത്തളത്തിൽ കനലെരിയുന്ന നബി സ്നേഹത്തിന്റെ ജ്വാലയാണ്. ലോകത്തെ മുഴുവനും പ്രണയിച്ച് അടക്കിപ്പിടിച്ച് ചുംബനം കൊടുക്കാനുള്ള നബി സ്നേഹത്തിന്റെ മായാപ്രപഞ്ചമാണ്. ഇതിനെ വ്യാഖ്യാനിക്കാനുള്ള ഭാഷയില്ല, ആഖ്യാനിക്കാനുള്ള അവതാരകനില്ല, ഈ ലോകത്തെ മുഴുവൻ സമർപ്പിക്കാനുള്ള സംവിധാനങ്ങളില്ല. കാരണം മുത്തുനബി തങ്ങൾ അവിടുന്ന് റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ലോകം മുഴുവനും അവിടുത്തെ കൈപ്പിടിയുടെ ഉള്ളിലാണ്. ജമീനോ സമാൻ തുമ്ഹാരേ ലിയേ ബനേ ദോ ജഹാൻ തുമ്ഹാരേ ലിയേ. ലോകത്തെ ഏറ്റവും ഭാഷകൾ വാചാലമാകുന്നത്, അവതരണങ്ങൾ ആഖ്യാനത്തിന്റെ ആകാശങ്ങളെ കീഴൊതുക്കുന്നത്, ലോകത്തെ പ്രണയിനികളുടെ പ്രണേതാക്കളുടെ ഭാഷകൾ മുഴുവനും വഴിതെറ്റുന്നത്, അത് അത്യുന്നതങ്ങളുടെ കിരീടങ്ങളെ കീഴൊതുക്കുന്നത്, അത് മദീനയിലേക്ക് തിരിയുമ്പോഴാണ്. മദീനയ്ക്ക് അത്രയും വലിയൊരകക്കാമ്പാണ്. അതുകൊണ്ട് എനിക്കൊന്നുകൂടി പറയാനുണ്ട്. കറം മാംഗതി ഹോ അതാ മാംഗതി ഹോ മദീനോ കോ ജാओ ദുആ മാംഗതി ഹോ മദീനെ കെ വാലി മദീനെ ബുലാ ലോ മദീനെ മേ തോഴി ജഗാ മാംഗതി ഹോ. എനിക്ക് ലോകത്തൊരു സപ്രപഞ്ചത്തിന്റെയും ഒരു സിംഹാസനത്തിന്റെയും ഒരു രാജകിരീടത്തിന്റെയും ആവശ്യം ഞാൻ ഉന്നയിക്കുന്നില്ല. എനിക്ക് മദീനയുടെ ഇടവഴിയിലെ ഒരു കബറിടം എനിക്ക് തരുമോ? അത് മാത്രമേ എനിക്ക് മോഹമുള്ളൂ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പുണ്യപ്രവാചകർ തിരുമേനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ചെന്ന് അവസാനത്തെ സിയാറത്തിന്റെ സമയത്തെങ്കിലും അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോ അവിടുന്ന് സലാം അടക്കുന്നതൊന്ന് കേൾക്കാൻ അവസരം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുഴുവനും ആ തിരുസവിധത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ.
ഈ മഹനീയമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയത് വലിയൊരു വിവരത്തിന്റെ നിറകുംഭങ്ങളെ അറിയാനല്ല, ഒരു വിജ്ഞാനത്തിന്റെ മഹാപർവ്വങ്ങളെ സ്വീകരിക്കാനല്ല. ഇവിടെ ഒരുമിച്ച് കൂടിയത് മുത്തുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ അവിടുത്തെ അടുപ്പത്തിന്റെ, അവിടുത്തെ ഇഷ്ടത്തിന്റെ ഒരു ചെറിയ സദസ്സിൽ പങ്കെടുക്കാനാണ്. എന്റെ പുറത്തു നിൽക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത്, അവിടെ കച്ചവടങ്ങളും ഇടപാടുകളും ഒക്കെ നടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് വരുന്ന സമയത്താകാം, പോകുന്ന സമയത്താകാം. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ട മനസ്സ് അല്പമെങ്കിലും ഒന്ന് വർദ്ധിപ്പിക്കാൻ, നമുക്ക് ഒരുമിച്ചൊന്ന് പറയാൻ, അകത്തേക്ക് കടന്നിരുന്നാൽ എത്ര സന്തോഷമായിരിക്കും. ഉമ്മമങ്ങന്മാര് അൽഹംദുലില്ലാഹ് വളരെ ശാന്തമായി നമ്മുടെ സദസ്സിനോട് എല്ലാ വർഷവും സഹകരിക്കുന്നവരാണ്. അതിൽ എനിക്ക് അവരോട് സന്തോഷമുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു സ്വാലിഹാത്തുകളുടെ ഗണത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇഷ്ടം വെക്കുന്ന മഹദികളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. പക്ഷേ മദീനത്തേക്ക് പോകുമ്പോ അവിടുത്തെ തിരുഖബറു ശരീഫിന്റെ ചാരത്ത് ചെല്ലുമ്പോ അറിയാതെ ശബ്ദമുയർന്നു പോകുന്ന ചില ആളുകൾ, ഉംറയ്ക്ക് പോകുന്ന ഉമ്മമാരോട് പറയാനുള്ളത്, അവിടെ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശബ്ദത്തിൽ ശബ്ദമുയർത്താൻ പാടില്ല, ബഹളം ഉണ്ടായി പോകാൻ പാടില്ല. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞ വരിയിലേക്ക് ഒന്നുകൂടി നിങ്ങളെ ഞാൻ വിളിച്ചുകൊണ്ട് തൽക്കാലം എന്ന 1-2 വരികളുടെ നേരെ ഒരു അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മഹാനായ ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പറയാണ്, കം ഹസനത ലദതൻ ലിൽ മർഇ ഖാതിലതൻ മിൻ ഹൈഥു ലം യദ്രി അന്ന സുമ്മ ഫി റബീഉൽ അവ്വൽ വരുമ്പോൾ, റമദാനിലെ നമ്മുടെയൊക്കെ പള്ളിയിൽ ഇങ്ങനെ മങ്കൂസ് മൗലിദിന്റെ ഈരടി വരുമ്പോ ചില ചങ്ങാതിമാര് വന്ന് ചോദിക്കും, ഖുർആൻ ഓതലാണോ നല്ലത്, മങ്കൂസ് മൗലിദ് ഓതലാണോ നല്ലത്? കേൾക്കാൻ എന്ത് രസാ. ചോദ്യം കേട്ടാ വിചാരിക്കും 24 മണിക്കൂർ ഖുർആൻ ഓതിക്കൊണ്ടേ ഇവിടെ ഇരിക്കുകയാണ്. ഏതോ ആളുകൾ ഖുർആൻ മാറ്റി വെച്ചിട്ട് മങ്കൂസ് മൗലിദ് എടുത്ത പോലെയാണ്. ചോദ്യം കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. മൗലിദ് കൊല്ലാൻ വേണ്ടി വന്ന ആളാത്, മൗലിദിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്നതാണ്, ഖുർആനെ സ്ഥാപിക്കാൻ വന്നതല്ല. നബി സ്നേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് നിർഭവിക്കുന്ന അനുരാഗത്തിന്റെ ഗീതങ്ങളെ അന്തരീക്ഷത്തെ കോൾമയിൽ വിളിക്കുമ്പോ അത് വേണ്ടെന്ന് പറയാൻ വന്ന അന്ധകന്മാരാണത്. അവര് കാരുണ്യത്തിന്റെ കിടാങ്ങളല്ല, അവര് ഇല്ലായ്മയ്ക്ക് വേണ്ടി വന്ന ഏതോ ചില കീടങ്ങളാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്കാവണം. അതുകൊണ്ടാണ് ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങൾ അത്തരം കാപട്യങ്ങളിൽ, വഞ്ചനകളിൽ വീഴാൻ പാടില്ല. നമ്മൾ ഹോട്ടലിലേക്ക് പോകുമ്പോഴും അങ്ങനെയാണ്. എത്രയോ ഭക്ഷണം നമുക്ക് ഹാനികരമാണെന്ന് നമുക്കറിയാം, പക്ഷേ നമ്മൾ അതിന് അഡിക്റ്റ് ആവുകയാണ്. പേ ഈച്ച് പെന്നി സേവ് ഇസ്രായേൽ എന്നാണ് പെപ്സിയുടെ ഫുൾ ഫോം എന്ന് നോം ചോംസ്കി മുമ്പ് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ നാണയവും ഇസ്രായേലിനെ സേവിക്കാൻ. പക്ഷേ ആജിയാർക്ക് മട്ടനും ചിക്കനും ഒക്കെ ഇറങ്ങണമെങ്കിൽ കൂടെ പെപ്സി വേണം. കൊക്കക്കോള കമ്പനികളുടെ മുഴുവനും വരുമാനം കാണൂല. അതേ സമയത്ത് കേരളത്തിൽ സഭ തന്നെ മനോരമയ്ക്കെതിരെ ഇറങ്ങിയ രംഗം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അത്രയും പറഞ്ഞാൽ മതി. നമുക്ക് നമ്മുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ അറിഞ്ഞുകൊണ്ട് പെരുമാറാനുള്ള പക്വത വേണം. യഥാർത്ഥത്തിൽ ഇതിനെല്ലാം മൂല്യം കൊടുക്കുന്നിടത്ത് വരെയുണ്ട് നമ്മുടെ നഷ്ടങ്ങൾ. 10 രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്ന ഒരു സാധനത്തിന് 90 പൈസയെ വിലയുള്ളൂ. അത്രേ 10 രൂപയ്ക്ക്. ഞങ്ങൾ ജേർണലിസം പഠിക്കുന്ന സമയത്ത് 10 രൂപയാണ് പെപ്സിയുടെയും കൊക്കക്കോളയുടെ ഒരു ബോട്ടിലിന്. അന്ന് ഞങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് ജേർണലിസം എടുത്തിരുന്ന ഒരു അധ്യാപകൻ പറഞ്ഞതാണ്, 90 പൈസ വിലയുള്ള സാധനമാണ് 10 രൂപയ്ക്ക് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത്. ബാക്കി 9 രൂപ 10 പൈസയും കമ്പനിക്ക് പ്രോഫിറ്റാണ്. അതുകൊണ്ടാണ് 4 പെപ്സി വിൽക്കുന്ന കടയിലേക്ക് നല്ല ഒരു റെഫ്രിജറേറ്റർ സമ്മാനിക്കുന്നത്. നമ്മൾ വിചാരിക്കും കമ്പനിക്കാരന്റെ തറവാട്ടിൽ നിന്ന് പറമ്പ് വിറ്റിട്ട് കൊണ്ട് തന്നാണ്. അല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നാണ് തരുന്നത്. ഇതുപോലെ ഇത്രയും വലിയ വിലയില്ലാത്ത സാധനങ്ങൾ വില കൊടുത്ത് വാങ്ങാൻ മനുഷ്യന്മാരെ നശിപ്പിക്കാനുള്ള സാധനങ്ങൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു.
പലപ്പോഴും നമ്മളെ KFC ചിക്കന്റെയും പെപ്സി കൊക്കക്കോള ഉൽപ്പന്നങ്ങളുടെ ഒക്കെ ഹാനികരമായ, ആരോഗ്യത്തിന് ഹാനികരമായ ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിലും അല്ലാത്ത പ്രിന്റഡ് മീഡിയയിലും ഒക്കെ വരും. വായിച്ച് നമ്മൾ തള്ളും. അപ്പോഴും ശരീരം നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടടാ, അതുകൊണ്ട് ഇന്ന് ഭക്ഷണത്തിന്റെ കൂടെ അതുകൂടി കഴിക്കണം. കം ഹസനത്തിൽ ഞാൻ ഈ വാങ്ങിക്കൊടുക്കുന്നത് വിഷാണ്, പക്ഷേ എന്റെ നഫ്സ് എന്നോട് പറയുന്നു ഇത് കഴിച്ചോളണമെന്ന്. നമ്മൾ അഡിക്റ്റ് ആവുകയാണ്. വിശ്വാസത്തിലുണ്ട്, ഭക്ഷണത്തിലുണ്ട്, പാനീയത്തിലുണ്ട്, എല്ലാം ഉണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം എന്ന് പറഞ്ഞു തന്ന നേതാവാണ്. സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. പ്രിയമുള്ളവരെ, ക്യാൻസർ എന്ന മഹാമാരി എന്ന നമ്മുടെ നാട്ടിൽ നമ്മുടെ എല്ലാവരുടെയും ഇമ്മീഡിയറ്റ് റിലേഷനിൽ ഒരാളെങ്കിലും ക്യാൻസർ പേഷ്യന്റ് ഉണ്ടല്ലോ. ക്യാൻസറിനെ കുറിച്ച് പറയുന്ന നല്ല ഒരു പഠനങ്ങൾ മുഴുവനും ഇത് ഭക്ഷണത്തിൽ നിന്ന് വരുന്ന രോഗമാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നിന്നാണ്. എന്തൊരു കഷ്ടകാലമാണ് നമുക്കുള്ളത്. ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്ന ഭക്ഷണം മരണകാരണമാകുന്ന രോഗം സമ്മാനിക്കുന്ന കാലമാണ്. നമുക്ക് ഭക്ഷണങ്ങൾക്ക് യാതൊരു ക്രമവുമില്ല, ഒരു നിയന്ത്രണവുമില്ല. ബഹുമാനപ്പെട്ട ഇമാം ബുസൈരി തങ്ങൾ പിന്നീട് അത് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ വിശപ്പിനെയും ഭയക്കണം, പള്ള നിറക്കുന്നതിനെയും ഭയക്കണം. നിങ്ങൾ രണ്ടിനെയും സൂക്ഷിക്കേണ്ടവരാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ വിഷയത്തിലും ഒരു മധ്യസമീപനമുള്ളതാണ്. മൂക്കമുട്ട കഴിക്കാൻ പറഞ്ഞ മതമല്ല, ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കാൻ പറഞ്ഞ മതമല്ല, ഇഷ്ടം പോലെ ഭോഗിക്കാൻ പറഞ്ഞ മതമല്ല, ആ പൗരോഹിത്യം സ്വീകരിക്കാൻ പറഞ്ഞ മതവുമല്ല. എല്ലാത്തിനും ഒരു മധ്യനിലവാരം നൽകിയിട്ടുള്ള മതമാണ്. ഉമ്മത്തുൻ വസതാണ്. നമ്മുടെ കയ്യിലുള്ള ശരീഅത്ത് ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളുടെയും ഇടയിൽ മധ്യനിലവാരമുള്ളതാണ്. നിങ്ങൾ അത് വിട്ടുകളയാൻ പാടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണത്തെ സൂക്ഷ്മമായി നമ്മെ പഠിപ്പിച്ചു. ചില ചൂടുള്ള ഭക്ഷണം നബി തങ്ങൾ കഴിച്ചാൽ അതിന്റെ കൂടെ തണുപ്പുള്ള ഭക്ഷണം കഴിക്കും. എന്നിട്ട് പറയും ഹർറഹാദാ ബർദുഹാദാ, ഇതിന്റെ ചൂട് ഇതിന്റെ തണുപ്പിതാ മാറ്റിയിരിക്കുന്നു. ചിലപ്പോ കക്കരിയും ഈത്തപ്പഴവും കൂടെ കഴിക്കും സയ്യിദുൽ വറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈത്തപ്പഴം നല്ല ചൂടുള്ള ഭക്ഷണമാണ്. അത് കൂടുതൽ കഴിച്ചാൽ ചിലപ്പോൾ ശരീരത്തിന് കൂടുതൽ ഹീറ്റ് ആവും. പൈൽസിന്റെ ഒക്കെ അസുഖമുള്ള ആളുകൾക്ക് ചിലപ്പോൾ ബ്ലഡ് പോയെന്ന് വരും. അത്രയും ഹീറ്റുള്ള സാധനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, അത് നിങ്ങൾ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ അതിന്റെ ചൂടിനെ കെടുത്താൻ കഴിയുന്ന തണുപ്പുള്ള ഭക്ഷണം കൂടി കഴിക്കണം. അവിടുന്ന് അങ്ങനെ പഠിപ്പിച്ചു. ഇങ്ങനെ ഓരോന്നിന്റെയും ഒരു സീക്വൻസ്, ഓരോന്നിന്റെയും ഒരു സന്തുലിതാവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എല്ലാത്തിനും പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പട്ടിണി കിടന്നു പോയാൽ ചിലപ്പോൾ അല്ലാഹനെ മറന്നെന്ന് വരാം, ഇബാദത്ത് ചെയ്യാൻ ആരോഗ്യമില്ലെന്ന് വരാം. മൂക്കമുട്ട കഴിച്ചാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോയെന്ന് വരാം, നിസ്കാരം നഷ്ടപ്പെട്ടു പോയെന്ന് വരാം. മധ്യനിലവാരത്തിൽ നിങ്ങൾ നീങ്ങിയാൽ എല്ലാ കാര്യങ്ങളും നടക്കും. ഇതാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ സംവിധാനം. കിട്ടുന്നതൊക്കെ വേണ്ടതുപോലെ അടിച്ചു കയറ്റുക എന്ന ഒരു സമ്പ്രദായം ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുക. നമ്മുടെ ഭക്ഷണത്തിനൊന്നും ഒരു തർത്തീവുമില്ല, പാലിക്കാൻ വിചാരിച്ച നടക്കില്ല. കാരണം എന്താ? പ്രഷർ ചെയ്ത് ഭക്ഷണം കഴിപ്പിച്ചു കളയും. എന്നാൽ ഇത് രണ്ടും നമ്മൾ യോജിക്കില്ലെന്നൊക്കെ എല്ലായ്പ്പോഴും എവിടെയും പറയാനൊന്നും കഴിയില്ല. പഴം എപ്പോൾ കഴിക്കണം, പഴത്തിന്റെ മേലെ വെള്ളം കുടിക്കരുത്, അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഇടയിൽ വെള്ളം കുടിക്കരുത്. ഇതെല്ലാം ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ ഹദീസുകളെ ഉപജീവിച്ചുകൊണ്ടും മഹാന്മാരായ പണ്ഡിതന്മാരും എല്ലാം എഴുതിയിട്ടുണ്ട്. പാലിക്കാൻ ജനങ്ങൾ സമ്മതിക്കാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെയും പറയും എനിക്ക് വേണ്ടി ഒന്നും കൂടി, ആദ്യം നിങ്ങൾക്ക് വേണ്ടി ഒരു പള്ളയും കൂടെ തന്നാ പിന്നെ നിങ്ങൾക്ക് വേണ്ടി കഴിക്കാം.
ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ ഭക്ഷണക്രമങ്ങൾ നമ്മളെ എല്ലാ നിലയിലും താളം കെടുത്തുകയാണ്. ടൈമിംഗ്, ഭക്ഷണത്തിന്റെ ടൈമിംഗ് വരെയുണ്ട്. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ സംവിധാനമാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും സാധാരണയായി 9 മണിക്ക് നാസ്ത കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ആമാശയം ആ 9 മണിക്ക് ഭക്ഷണം സ്വീകരിക്കാൻ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. ചെല്ലുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള അസിഡിറ്റിയോടുകൂടി കാത്തിരിക്കും. അപ്പൊ 9 മണിക്ക് ചെല്ലുന്നില്ല, ആദ്യം ഒരു കാളൽ, പിന്നെ അത് റിക്കവർ ചെയ്യും. നിങ്ങളുടെ വിശപ്പിനെ കൊന്നു. കുറച്ച് കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള അസിഡിറ്റി നിങ്ങളുടെ പള്ളയിൽ ഉണ്ടാവില്ല. ഡിസോർഡറായി. രാത്രിയിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ, അവർക്കതാ ഒരു പ്രാവശ്യം ബ്രെയിനിൽ നിന്ന് മെസ്സേജ് വരും, ഉറക്ക് വരുന്നുണ്ട്. അള്ളാഹു വെച്ചിരിക്കുന്ന സംവിധാനമാണ്. ഉറക്ക് വരുന്നുണ്ട് എന്ന് ബ്രെയിൻ മെസ്സേജ് കൊടുക്കും ഒരു പ്രാവശ്യം. നമ്മൾ കുടഞ്ഞിട്ടൊക്കെ അങ്ങനെ പോകും. രണ്ടാമത് നിങ്ങളുടെ ഉറക്ക് വരുന്ന മെസ്സേജ് ബ്രെയിൻ തരില്ല. അപ്പോഴാണ് വണ്ടി എവിടെ പോയി മുട്ടുമ്പോഴേ പിന്നെ ബ്രെയിൻ ബോധേഡാവും. അള്ളാഹു വെച്ചിരിക്കുന്ന സംവിധാനമാണിത്. ഇതുപോലെ ഓരോ അവസ്ഥയിലും ഓരോ രീതിയിലും ഖാലിഖായ റബ്ബിന്റെ സംവിധാനങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം പാലിക്കാൻ ജീവിതത്തിന്റെ എല്ലാ ക്രമത്തിനും പഠിപ്പിച്ച നേതാവാണ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് അവിടുത്തെ പ്രകീർത്തന മാല്യത്തിൽ ദേഹത്തിന്റെ വികാരങ്ങളെ വിചാരണ ചെയ്യുമ്പോൾ നിന്റെ ജീവിത ചിട്ടകളെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഇമാം ബുസീരി തങ്ങൾ പറയാണ്, കം ഹസനത ലദതൻ ലിൽ മർഇ ഖാതിലതൻ മിൻ ഹൈതു ലം യദ്രി അൻ നസുമ്മ ഫിദ്ദസമി. മക്കളെ ടൂറിന് വിടുന്ന മാതാപിതാക്കളെ, ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിൽ നിന്നൊക്കെ എത്ര മോനെ പോകേണ്ടത് ടൂറിന്? 5000 റുപ്യ കൊടുത്തു. പോകാൻ നേരം എത്ര വേണ്ടത്? 2000 റുപ്യ എനിക്ക് ചെലവിന് വേണം. വേണ്ട, 3000 റുപ്യ ഇരിക്കട്ടെ. ഇതും കൊടുത്തിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ മക്കളെ ടൂറിന് വിട്ട രക്ഷിതാക്കൾ ഇവിടെ ഉണ്ടോ? അവരെവിടെയാ പോയത്? എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ഈ സമുദായത്തിന്റെ കുമാരന്മാര് വ്യഭിചാരത്തിന്റെയും കള്ളിന്റെയും ആദ്യ ടേസ്റ്റ് അറിഞ്ഞത് മിക്കപ്പോഴും ഇത്തരം സ്കൂളിലെ ടൂറുകളിൽ നിന്നാണ്. എന്ന് വായിച്ചിട്ടും പഠിച്ചിട്ടും വിവേകം നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മസ്തിഷ്കം ആർക്ക് പണയം വെച്ചിരിക്കുന്നു? എന്റെ ശബ്ദം പ്രവാസ ലോകത്തിൽ നിന്ന് കേൾക്കുന്ന രക്ഷിതാക്കളുണ്ടാവും. നിങ്ങളുടെ മക്കളുടെ കലാലയങ്ങളിൽ പഠിക്കുന്നുണ്ടാവും. എത്ര വേണമെങ്കിലും പണം കൊടുക്കാം, അവരെവിടെയോ ആവട്ടെ എന്ന് വിചാരിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ പുതിയ തലമുറ കള്ളും വ്യഭിചാരവും എല്ലാം അറിയാൻ തുടങ്ങുന്നത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കോളേജ് സ്കൂൾ ടൂറുകളിലൂടെയാണ്. പരലോകത്തെ വിചാരമുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ യാത്രയ്ക്ക് നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുപോകാം, അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോകാം. അതിനൊന്നും ശറഅ് എതിർക്കുന്നില്ല. ആണും പെണ്ണും അധ്വാനിച്ച പണം കൊടുത്തത് എന്ന വിവേകം നിങ്ങളിൽ വരുന്നില്ല. ഇവിടെയൊക്കെയോ നമ്മുടെ ജീവിത സങ്കല്പങ്ങൾ ഉടഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് എന്റെ മോന് ലോകവിവരം കിട്ടാൻ, എന്റെ മോന് കൂട്ടുകാരെ കിട്ടാൻ അവർക്ക് പല ന്യായങ്ങൾ ഉണ്ടാവും. പക്ഷേ മനുഷ്യനെ അത് കൊന്നുകളയുന്നതാണ്. അതുകൊണ്ട് മിൻ ഹൈതു ലം യദ്രി അന്ന സുമ്മ ഫിദ്ദസമി, അതാ കൊഴുപ്പിൽ വിഷം പൊതിഞ്ഞു വച്ചിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് LICയുടെ ഏജന്റ് കടന്നു വരും. എത്ര നല്ല വാക്കാ പറയണത്. ഓ, നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ കുട്ടികൾ എന്ത് ചെയ്യും?